കാണുന്നുണ്ടോ? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? അടിയും പിടിയാണല്ലോ. റൌഫ് വല്ലതും അറിയുന്നുണ്ടോ? എന്താണ് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നതെന്ന്? അടിയും പിടിയാണല്ലോ. എവിടെ തീരുമാനമാകും? തീരുമാനമായിട്ടുണ്ട്, പക്ഷെ പ്രഖ്യാപിക്കാൻ പേടി കേസിനെ. നാട്ടുകാര് സാധ്യത കുറവാണ്. ഹൈക്കമാൻഡിന് അല്ല, ജനങ്ങളെ പൾസ് മനസ്സിലാക്കിയിട്ടാണ് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തതെങ്കിൽ വി ഡി സതീശനാവണം. അല്ലാതെ MLA-മാരെ തീരുമാനവും അവരുടെ താല്പര്യം അനുസരിച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിൽ പെട്ട നാലാമനാണ് KC വേണുഗോപാൽ. പുഴയിൽ രാജിവെക്കണം, എന്നിട്ട് പുതിയൊരു രാജിവെക്കണം, ആ സ്ഥാനത്തേക്ക് ഇയാളെ നാട്ടുകാർ തോൽക്കും. പക്ഷെ 6 മാസം ഭരിക്കാം. നാണക്കേട് എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു സ്റ്റാൻഡേർഡും ഒരു സ്ഥാനമാനം ഉണ്ടല്ലോ. അപ്പൊ KC എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര നേതൃത്വം എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ, അത് കളഞ്ഞു കുളിക്കാൻ നോക്കുകയാണ്. എന്തിന് വെറുതെ അനാവശ്യമായിട്ടുള്ള സ്ഥാനമോഹിയാവുന്നതെന്ന് അറിയാത്തത്. ജനങ്ങളെ മനസ്സിൽ ഫുള്ളായിട്ട് അയാളെ കണ്ടിട്ട് മാത്രം, ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും 100-ലധികം സീറ്റ് കോൺഗ്രസിന് ജനങ്ങൾ കൊടുത്തത്. അയാൾ മുഖ്യമന്ത്രി ആക്കുന്നില്ല എന്ന് കണ്ടാലും ജനങ്ങൾ തെരുവിലിറങ്ങാണ്ടിരിക്കോ? പിന്നെ ഹൈക്കമാൻഡിന് തെറി വിളിക്കാനെല്ലാം തുടങ്ങി. പക്ഷെ ഹൈക്കമാൻഡിൽ നാലാമനാണ് KC. മല്ലികാർജുൻ ഖാർഗെ, പിന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, നാലാമന് KC-യാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അയാൾ തന്നെ അയാളെ തീരുമാനിക്കുന്ന അവസ്ഥ. എന്നാലും മോശമായിപ്പോയി. പരസ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അടിപിടി വേണ്ടേ? ജനങ്ങളെ പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടു. തുടക്കത്തിൽ തന്നെ അടിയും പിടി ആയിക്കഴിഞ്ഞാൽ, തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ എന്താവും? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 2-3 ദിവസത്തിൻ്റെ ന്യൂസ് ചാനലിൻ്റെ അടിയിൽ കമൻ്റ് എല്ലാം വായിച്ചാൽ മനസ്സിലാവും. ഇതിനേക്കാൾ 3-ാം പിണറായി സർക്കാർ മതിയായിരുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ അടിപിടി കൂടുന്നുണ്ടെങ്കിൽ 3-ാം പിണറായി സർക്കാരിനെ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ കഴിഞ്ഞ് പറഞ്ഞല്ലോ, ഓക്കെ അല്ലേ? നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞത് പിന്നെ മുടി തടവുന്നതിൻ്റെ പൂർണ്ണമായ രൂപം പറഞ്ഞു, 2 ചെവികൾ തടവുന്നതിൻ്റെ പൂർണ്ണമായ രൂപം പറഞ്ഞു, പിന്നെ ദൽക്കുൽ ആബാവ്, അവയവങ്ങൾ തേച്ച് വൃത്തിയായി കഴുകുക, അതിൻ്റെ രൂപം പറഞ്ഞു. അത് റഫ് കേട്ടില്ല ക്ലാസ്. പിന്നെ തിങ്ങിയ താടിയുടെ തിക്കകറ്റുക, അതിനെക്കുറിച്ച് പറഞ്ഞു. വിരലുകളുടെ തിക്കകറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ വിരലുകളുടെ തിക്കകറ്റുന്നത് എന്ന് പറഞ്ഞ റൗഫ്ക? വിരലുകളുടെ തിക്കകറ്റുന്നത് എങ്ങനെയാണ്? പ്രാക്ടിക്കലാണ് നമ്മൾ ജീവിതത്തിൽ. വിരലുകളുടെ തിക്കകറ്റുന്നത് എങ്ങനെയാണ്? വിരലുകളുടെ തിക്കകറ്റുക വുളൂൽ നമ്മള് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റണം. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ വിരലുകളുടെ തിക്കകറ്റുന്നത് എങ്ങനെയാ? ഓർമ്മയില്ല? കൈവിരലുകളുടെ തിക്കകറ്റുന്നത് എങ്ങനെയാ? 2 കൈവിരലുകൾ കേട്ടിട്ടില്ല? അപ്പോ 2 കൈവിരലുകൾ രണ്ട് കൈ ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ, കുറച്ചല്ലേ ഉള്ളൂ. 2 കൈവിരലുകൾ പരസ്പരം കോർക്കൽ കൊണ്ടാണ് കൈവിരലുകളുടെ തിക്കകറ്റുക. പിന്നെ കാൽവിരലുകളുടെ തിക്കകറ്റുന്നത് എങ്ങനെയാണ്? ഇടത് കൈയിൻ്റെ ചെറുവിരൽ ഉപയോഗിച്ചിട്ട് വലത് കാലിൻ്റെ ചെറുവിരലിൻ്റെ ഇട മുതൽ തുടങ്ങണം. അത് താഴ്ഭാഗത്തുനിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെയാണ്. പിന്നെ വലത് അങ്ങനെ താഴ്ന്ന് മേലോട്ടേക്കായിട്ട് വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെ നിരക്കനെ പോകണം. ഇതുപയോഗിച്ചിട്ട്
ഇടത് കൈയിൻ്റെ ചെറുവിരൽ ഉപയോഗിച്ചിട്ട് വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ തുടങ്ങണം. എന്നിട്ട് നിരക്കനെ പോയിട്ട് ഇടത് കാലിൻ്റെ ചെറുവിരലിലേക്ക് അവസാനിപ്പിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. ആ രൂപമാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. പിന്നെ തിങ്ങിയ താടിയുടെ തിക്ക് കെട്ടുന്നത് എങ്ങനെയാണ്? വലത് കൈയിൽ വെള്ളം വലത് കൈയിൽ വെള്ളം കൊണ്ട് നനച്ചിട്ട് എന്ത് ചെയ്യണം? കൈകൾ വിടർത്തിയിട്ട് താഴ്ഭാഗത്തിലൂടെ തിക്ക് കെട്ടണം. വലത് കൈയിൽ വെള്ളം നനച്ചിട്ട് ആ വലത് കൈ വിടർത്തിയിട്ട് താഴ്ഭാഗത്ത് എന്ത് ചെയ്യണം? തിക്ക് കെട്ടണം. നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലത്? അത് നോക്കണം കേട്ടോ, നോക്കി ഉറപ്പ് വരുത്തണം ആ ക്ലാസ്. ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി നമുക്ക് പ്രധാനപ്പെട്ടൊരു ഭാഗം ഇതാലത്തുൽ ഖുർറത്തി വത്തഹ്ജീൽ. 14ാമത്തെ പോയിന്റ് ഉണ്ടോ? 14ാമത്തെ പോയിന്റ് ഇതാലത്തുൽ ഖുർറത്തി വത്തഹ്ജീൽ. മുഖവും കൈകാലുകളെയും നീട്ടിക്കഴുകുക. അത് വലിയ പോരിശയുള്ളതാണ്. ഇസ്ലാമിൽ റസൂലുള്ളാഹി തങ്ങൾ വളരെയേറെ മോട്ടിവേറ്റ് ചെയ്ത പ്രോത്സാഹിപ്പിച്ചൊരു വിഷയമാണ് മുഖവും കൈകാലുകളും നീട്ടിക്കഴുകുക എന്നുള്ളത്. മുഖത്തിൻ്റെ ഒരു പരിധി നമ്മൾ പറഞ്ഞു, ഒരു വട്ടം പറഞ്ഞു. എന്താണ്? മുടി മുളക്കുന്നത് മുതൽ താടിയലിൻ്റെ അറ്റം വരെ, ഒരു ചെവിക്കുറ്റി മുതൽ മറ്റൊരു ചെവിക്കുറ്റി വരെ, അത് റൗണ്ട് വരച്ചാൽ കിട്ടുന്നതാണ് മുഖത്തിൻ്റെ പരിധി. അതിനേക്കാൾ നീട്ടിക്കഴുകുക എന്താണ്? പ്രത്യേകം സുന്നത്തുണ്ട്. കൈ മുട്ട് വരെയാണ് കൈയിൻ്റെ നിർബന്ധമായ ഭാഗം. പക്ഷെ കൈ മുട്ടിനേക്കാളും നീട്ടിക്കഴുകുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. അതുപോലെ കാല് ഞെരിയാണി വരെയാണ് കഴുകേണ്ടത്. പക്ഷെ കാല് അതിൻ്റെ തണ്ടങ്കാല് വരെ നീട്ടിക്കഴുകുക എന്നുള്ളത് സുന്നത്താണ്. അതാണ് നീട്ടിക്കഴുകുക. ഇതാലത്തുൽ ഖുർറത്തി വത്തഹ്ജീൽ. ഖുർറത്ത് എന്ന് പറഞ്ഞാൽ മുഖം, തഹ്ജീൽ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ. ഖുർറത്ത് എന്ന് പറഞ്ഞാൽ മുഖം. ഞാനിതൊന്ന് മ്യൂട്ട് ചെയ്യോ? ഖുർറത്ത് എന്ന് പറഞ്ഞാൽ മുഖം, തഹ്ജീൽ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ. അപ്പം എന്താണ്? ഹിയ ഈ നീട്ടിക്കഴുകുക, ഈ നീട്ടിക്കഴുകുക എന്നുള്ളത് ഗസ്ലുമാ ഒന്നിനെ കഴുകലാണ്, ഫൗഖൽ വാജിബി വാജിബായ അളവിനേക്കാൾ മുകളിലുള്ളതിനെ കഴുകലാണ്, മിൻഹുമ ഇത് രണ്ടിൽ നിന്നും, മുഖത്തിൽ നിന്നും കൈകാലുകളിൽ നിന്നും വാജിബായ അളവിനേക്കാളും മേലെ കഴുകുന്നതിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ഇതാലത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ മുഖത്തിൽ നിന്നും കൈകാലുകളിൽ നിന്നും വാജിബായ അളവിനേക്കാളും മേലെ കഴുകുക, കൂട്ടിക്കഴുകുക, അതിനെക്കുറിച്ചാണ് ഇതാലത്ത് എന്ന് പറയുന്നത്. അതാണ് ഹിയ ഗസ്ലുമാ ഒന്നിനെ കഴുകലാണ്, ഫൗഖൽ വാജിബി വാജിബിനേക്കാളും മുകളിലുള്ള, വാജിബിനേക്കാളും ഉയർന്നതിനെ കഴുകലാണ്, മിൻഹുമ ഇവ രണ്ടിൽ നിന്നും. ഇനിയോ വഗായത്തുൽ അവലി ഒന്നാമത്തതിൻ്റെ പരമാവധി. ഒന്നാമത്തെ പറഞ്ഞാൽ ഖുർറത്ത് എന്ന് പറഞ്ഞാൽ മുഖം. വഗായത്തുൽ അവലി ഒന്നാമത്തതിൻ്റെ, സാധാരണ മുഖത്തിന് വജ്ഹ് എന്നാണ് പറയുന്നത്, ഇവിടെ പ്രയോഗിച്ചത് ഖുർറത്ത് എന്നാണ്. വഗായത്തുൽ അവലി ഒന്നാമത്തതിൻ്റെ പരമാവധിയാകുന്നത് അൻ യഗ്സില അവൻ കഴുകലാണ്, മഅൽ വജ്ഹി മുഖത്തോടൊപ്പം, അവൻ കഴുകലാണ് മുഖത്തോടൊപ്പം, അവൻ കഴുകലാണ് എന്തിനെ? മുഖദ്ദമ റഅ്സിഹി അവൻ്റെ തലയുടെ മുൻഭാഗം കഴുകലാണ്, അവൻ്റെ തലയുടെ മുൻഭാഗത്തെ കൂട്ടിക്കഴുകലാണ്. വൽ ഉദ്നൈനി രണ്ട് ചെവിയെയും കൂട്ടിക്കഴുകലാണ്. വസഹ്ഫതൈ ഉനുഖിഹി അവൻ്റെ രണ്ട്, വസഹ്ഫതൈ ഉനുഖിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴുത്തിൻ്റെ രണ്ട് പാർശ്വഭാഗങ്ങളെയും കൂട്ടിക്കഴുകലാണ്. മുഖത്തോടൊപ്പം മുഖദ്ദമ റഅ്സി തലയുടെ മുൻഭാഗം, വൽ ഉദ്നൈനി രണ്ട് ചെവികൾ, വസഹ്ഫതൈ ഉനുഖിഹി അവൻ്റെ പിരടിയുടെ രണ്ട് പാർശ്വഭാഗങ്ങൾ, ഈ രണ്ട് ഭാഗങ്ങൾ. അപ്പം ഇങ്ങനെ കഴുകുമ്പോൾ എന്തായി? മുഖത്തെ നീട്ടിക്കഴുകുക എന്നുള്ളത് കിട്ടി. മനസ്സിലായ? നമ്മൾ സാധാരണ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ആരും മുഖം മാത്രമായിട്ട് കഴുകാറില്ലല്ലോ. ഉനുഖ് എന്ന് പറഞ്ഞാൽ പിരടി. എന്താണ് ഉനുഖ് എന്ന് പറഞ്ഞാൽ പിരടി കേട്ടോ, കഴുത്തല്ല പിരടി. ആ പിരടിയുടെ രണ്ട് പാർശ്വങ്ങൾ. ഉനുഖ് എന്ന് പറഞ്ഞാൽ പിരടി. ആ പിരടിയുടെ രണ്ട് പാർശ്വങ്ങളുണ്ടല്ലോ, ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും. അപ്പം ഇങ്ങനെ ആക്കി കഴുകലാണെന്ന് അർത്ഥം. ഇനിയോ വഗായത്തു സാനി രണ്ടാമത്തതിൻ്റെ പരമാവധിയാകുന്നത്. ഏത് രണ്ടാമത്തത്? കൈകാലുകൾ അല്ലേ, കയ്യും കാലും. അതിൻ്റെ പരമാവധിയാകുന്നത് ഇസ്തിആബുൽ അബുദൈനി രണ്ട് തോളം കൈയെ വ്യാപിപ്പിക്കലാണ്. അപ്പം കൈ കഴുകുന്ന സമയത്ത് രണ്ട് തോളം കൈ വരെ വെള്ളം എത്തിക്കുക, രണ്ട് തോളം കൈയെ വ്യാപിപ്പിക്കലാണ്. അതേപോലെ വസ്സാഖൈനി രണ്ട് തണ്ടം കാലുകളെയും വ്യാപിപ്പിക്കലാണ്. രണ്ട് കാല് കഴുകുന്ന സമയത്ത് ഞെരിയാണിയേക്കാളും മുകളിൽ തണ്ടം കാല് വരെ കഴുകണം. അപ്പോൾ എന്തായി? കാല് നീട്ടിക്കഴുകുക എന്നുള്ളതായി. കൈ നീട്ടിക്കഴുകുക എന്നുള്ളതാകുമ്പോൾ അളുത് തോള് രണ്ട് തോളം കൈ വരെ കഴുകണം, നീട്ടിക്കഴുകണം നല്ലോണം.
അത് എന്ന് പറഞ്ഞ തോള്, സാക്ക് എന്ന് പറഞ്ഞ തണ്ടങ്കാല്. മനസ്സിലായില്ലേ? അതിനെന്താണ് തെളിവ്? കേൾക്കുന്നില്ലേ? അതിനെന്താണ് തെളിവ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഇന്ന ഉമ്മത്തി യുദ്അഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു വതഹ്ജീലഹു ഫല്യഫ്അൽ. ഇന്ന ഉമ്മത്തി, തീർച്ചയായും എൻ്റെ സമുദായം, യുദ്അഊന യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ വിളിക്കപ്പെടുന്നതാണ്. ഗുർറൻ മുഹജ്ജലീൻ, ഗുർറൻ മുഹജ്ജലീൻ, മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവരായിട്ട്, മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവരായിട്ട് എൻ്റെ ഉമ്മത്തിനെ അന്ത്യദിനത്തിൽ വിളിക്കപ്പെടും, ക്ഷണിക്കപ്പെടും. എന്ത് കാരണം? മിൻ ആസാരിൽ വുദൂഇ, വുദൂഇൻ്റെ അടയാളങ്ങൾ കാരണമായിട്ട്, വുദൂയിൽ മുഖവും കയ്യും കാലും നീട്ടിക്കഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് മുഖവും കൈകാലുകളും ഇങ്ങനെ പ്രകാശപൂരിതമായതായിട്ട് അന്ത്യദിനത്തിൽ വിളിക്കപ്പെടുന്നതാണ്. അപ്പോൾ വെള്ളപ്പാണ്ട് എന്നല്ല അർത്ഥം. മുഖവും കൈകാലും മാത്രം വെളുത്തിട്ട് വെള്ളപ്പാണ്ടല്ല, ശരീരം മുഴുവനും തിളങ്ങുമെന്നർത്ഥം. തിളക്കം ഉണ്ടാവുന്നല്ല മുഖത്തിന്, അയാളുടെ മുഖത്തിന് എന്തൊരു പ്രകാശം എന്നാണെന്നില്ല. അപ്പോൾ ആഖിറത്തിൽ വരുന്ന സമയത്ത് വുദൂഇൽ ഇങ്ങനെ നീട്ടിക്കഴുകുന്നവരെ മുഖം പ്രത്യേകം ജ്വലിച്ച് കാണും, തിളങ്ങി കാണും, ഗ്ലിറ്ററിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫമൻ ഇസ്തതാഅ മിൻകും, നിങ്ങൾപ്പെട്ട ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ, അൻ യുതീല ഗുർറതഹു, അവൻ്റെ മുഖത്തെയും വതഹ്ജീലഹു, കൈകാലുകളെയും നീട്ടിക്കഴുകാൻ സാധിക്കുമെങ്കിൽ, ഫല്യഫ്അൽ, അപ്രകാരം ചെയ്തു കൊള്ളട്ടെ എന്ന് സഹീഹായ ഹദീസ് ഉണ്ട്. അതിൽ നിന്നാണ് ഈ സുന്നത്ത് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ മുഖം കഴുകുന്ന സമയത്തും കൈകാലുകൾ കഴുകുന്ന സമയത്തും നല്ലോണം ഇങ്ങനെ വെള്ളം ഒഴിച്ച് തലയുടെ മുൻഭാഗവും ചെവിയൊക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ മുഖം കഴുകണം. കൈ കഴുകുന്ന സമയത്തും നല്ല വിശാലമായിട്ട് നീട്ടി കഴുകണം. കാല് കഴുകുന്ന സമയത്തും വിശാലമായി നീട്ടി കഴുകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാ പറഞ്ഞത്. നമ്മൾ നിത്യജീവിതത്തിൽ പകർത്തേണ്ട സുന്നത്തുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നത് രസമല്ലേ? ഇനിയോ 15-ാമത്തത് അത്തയാമുൻ. 15-ാമത്തെ സുന്നത്ത് അത്തയാമുൻ. തയാമുൻ എന്ന് പറഞ്ഞാൽ വലതിനെ മുന്തിക്കുക, വലതിന് പ്രിഫറൻസ് കൊടുക്കുക, അല്ലേ? വലതിന് നമ്മൾ കൈ കഴുകുന്ന സമയത്ത് ഫസ്റ്റ് കഴുകുന്ന ഏതാ? ഫസ്റ്റ് ഇടത് കൈ, പിന്നെ വലത് കൈ, അല്ലേ? അല്ല, ഫസ്റ്റ് എന്ത് ചെയ്യും നമ്മൾ കൈ കഴുകുന്ന സമയത്ത്? ആദ്യം വലത്, പിന്നെ ഇടത്. നമ്മൾ കാല് കഴുകുന്ന സമയത്തും ആദ്യം വലത്, പിന്നെ ഇടത്, അല്ലേ? അപ്പോൾ അതാണ് എന്ത്? വലതിന് പ്രിഫറൻസ് കൊടുക്കുക, മുൻഗണന കൊടുക്കുക, വലതിനെ മുന്തിക്കുക എന്നർത്ഥം. യുസന്നു, സുന്നത്താണ്. അത്തയാമുനു, വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. ഫിൽ യദൈനി, രണ്ട് കൈകൾ കഴുകുന്ന സമയത്തും, വരിജിലൈനി, രണ്ട് കാലുകൾ കഴുകുന്ന സമയത്തും വലതിനെ മുന്തിക്കൽ പ്രത്യേകം സുന്നത്താണ്. അമ്മാ ഗൈറുഹുമാ, അപ്പോൾ കൈകാലുകളല്ലാത്ത ബാക്കി അവയവങ്ങളാകുന്നത്, ഫയുതഹറു, ആ ബാക്കി അവയവങ്ങളെ ശുദ്ധീകരിക്കപ്പെടണം. ദഫ്അതൻ, ഒറ്റവട്ടമായിട്ട്. മുഖം കഴുകുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, അങ്ങനെ കഴുകേണ്ടത് അല്ല. ഒറ്റ തവണയായിട്ട് പൂർത്തീകരിക്കണം. തല തടവുന്ന സമയത്ത് ഒറ്റ തവണയായിട്ട് തടവണം. ചെവി തടവുന്ന സമയത്ത് ഫസ്റ്റ് വലത്, ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പാടില്ല, ഒറ്റ തവണയായിട്ട് എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം. മനസ്സിലായില്ലേ? അതാണ്. വലാക്കിൻ, എങ്കിലും, യുസന്നു, സുന്നത്താണ്. രണ്ടുപേരും ക്യാമറ ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ നല്ല കേട്ടാ, കാണാനൊരു രസമില്ല. വലാക്കിൻ എങ്കിലും, കുട്ടികളൊക്കെ കളിക്കട്ടെ, കളിക്കേണ്ടവരായത് കളിക്കണ്ട. വലാക്കിൻ എങ്കിലും, യുസന്നു, സുന്നത്താണ്. അത്തയാമുനു, എന്ത് സുന്നത്താണ്? അത്തയാമുനു, വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. എന്നാലും പിന്നെ മുഖവും അതേപോലെ കൈകാലുകൾ കഴുകുന്ന സമയത്ത് പറ്റും, അല്ല? കൈ കഴുകുന്ന സമയത്ത് അല്ല, പിന്നെ മുഖം കഴുകുന്ന സമയത്ത് എങ്ങനെ? വലാകിൻ, എങ്കിലും, യുസന്നു, സുന്നത്താണ്. അത്തയാമുനു, വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. ലിനഹ്വി അഖ്തഅ, കൈ മുറിഞ്ഞവൻ പോലോത്തവനിക്ക്, കൈ മുറിഞ്ഞവൻ, കൈ കട്ടായി പോയിട്ടുണ്ട്, അങ്ങനെയുള്ളവനിക്ക് എന്താണ്? എല്ലാത്തിലും, ഫീ ജമീഅൽ അഅ്ദാ, എല്ലാ അവയവങ്ങളിലും വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ഒരു കൈ മാത്രമേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഓൻ എന്ത് മാത്രമേ ഉള്ളൂ? വലത് കൈ മാത്രമേ, ഇടത് കൈ ഇല്ല. അങ്ങനെ ആകുന്ന സമയത്ത് അവന് മുഖം ഫുള്ളായിട്ട് കഴുകാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം? വലത് മുന്തിക്കണം. അതേപോലെ ചെവി തടവുന്ന സമയത്ത് ഒറ്റ കൈയല്ലേ ഉള്ളൂ, നമുക്ക് തടവാൻ പറ്റുമോ? ഇല്ല. ഫസ്റ്റ് വലത്, പിന്നെ ഇടത്,
കൈ മുറിഞ്ഞു പോയവൻ, കൈ മുറിക്കപ്പെട്ടവനാകട്ടെ, മുറിഞ്ഞ ആക്സിഡന്റിൽ മുറിഞ്ഞു പോകാനാവട്ടെ, കട്ടിൽ കൈ മുറിച്ചതാവട്ടെ, ആര് മറ്റേ അല്ല, ഇവിടെ അക്ത എന്ന് പറഞ്ഞാൽ കൈ മുറിക്കപ്പെട്ടവന്. കാല് മുന്തിക്കുന്നതിന് നമ്മൾ കാല് കൊണ്ടല്ലല്ലോ കഴുകുന്നത്, കൈ കൊണ്ടല്ലേ കഴുകുന്നത്. അതുകൊണ്ടാണ് കാല് മുറിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അർത്ഥമില്ല. ബാക്കി എല്ലാ അവയവങ്ങളിലും വലതിനെയാണ്. കൈ മുറിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരുത്തന് മുഖം പൂർണ്ണമായിട്ട് ഒറ്റ കഴുകലിൽ കഴുകാൻ പറ്റൂല. രണ്ട് കയ്യിൽ വെള്ളം കൂട്ടിയിട്ടല്ലേ നമ്മൾ കഴുകുന്നത്, രണ്ട് ഭാഗത്തായിട്ട്. അപ്പം അങ്ങനെ ഒരുത്തന് എന്തേ ഉള്ളൂ, ഇടത് കൈ മാത്രമല്ല, വലത് കൈ മുറിക്കപ്പെട്ടിട്ട് ഇടത് കൈ മാത്രമേ ഉള്ളൂ. അവൻ എന്ത് ചെയ്യണം? അവന് കഴുകുന്ന സമയത്ത് ഫസ്റ്റ് വലത് ഭാഗത്ത് മുന്തിക്കണം, പിന്നെ ഇടത് ഭാഗം. ചെവി തടവുന്ന സമയത്ത് ഫസ്റ്റ് വലത് ചെവി തടവണം, എന്നിട്ട് ഇടത് ചെവി. ഇടത് കൈ കൊണ്ട് ഫസ്റ്റ് അവന് വലത് ചെവി തടവണം, എന്നിട്ട് ഇടത് ചെവി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നവനെ കുറിച്ചാണ് പറഞ്ഞത്. കൈ മുറിക്കപ്പെട്ടവനെ പോലെ, കൈ മുറിക്കപ്പെട്ടവൻ പോലെ എനിക്ക് വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. ഫി ജമീ എല്ലാ അവയവങ്ങളിലും. എപ്പോൾ? ഇൻ തവല്ലാ ബിനഫ്സിഹി, അവൻ വുളൂ ചെയ്യുകയാണെങ്കിൽ, ബിനഫ്സിഹി സ്വന്തത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തം തന്നെ ആയിട്ട് വുളൂ ചെയ്യുകയാണെങ്കിൽ വലതിനെ മുന്തിക്കൽ എന്താണ്? സുന്നത്താണ്. മനസ്സിലായില്ലേ? ഇനിയോ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി തങ്ങളായിരുന്നു, യുഹിബ്ബു തയാമുന, വലതിനെ മുന്തിക്കലിനെ ഇഷ്ടപ്പെടുമായിരുന്നു. ഹദീസിലൊക്കെ ഉണ്ട്, യുഹിബ്ബു തയാമുന, വലതിനെ മുന്തിക്കലിനെ ഇഷ്ടപ്പെടുമായിരുന്നു. എവിടെ? ഫി തനഉലിഹി, ചെരുപ്പ് ധരിക്കുന്നിടത്ത്, വ തറജുലിഹി, അതേമാതിരി തറജുലിഹി എന്ന് പറഞ്ഞാൽ യാത്രയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. ശരിയല്ലേ? യാത്രയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും വലതിനെ മുന്തിക്കലിനെ ഇഷ്ടപ്പെടുമായിരുന്നു. തുഹൂരിഹി, ശുദ്ധീകരണത്തിലും, ഫീ ശഅനിഹി കുല്ലിഹി, എല്ലാ നല്ല കാര്യങ്ങളിലും റസൂലുള്ളാഹി തങ്ങൾ വലതിനെ മുന്തിക്കുമായിരുന്നു. സുർമയിടുന്ന സമയത്ത് വലതിനെ മുന്തിക്കുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലതിനെ മുന്തിക്കുക, വെള്ളം കുടിക്കുന്ന സമയത്ത് വലതിനെ മുന്തിക്കുക. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും, നമ്മൾ എന്തെങ്കിലും കൊടുക്കുക, വാങ്ങുക, പൈസ കൊടുക്കുന്നു, എന്തെങ്കിലും സാധനം കൊടുക്കുന്നു, വാങ്ങുന്നു, ആ സമയങ്ങൾ വലതിനെ മുന്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ വലതിനെ മുന്തിക്കുന്നു. നമ്മൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആദ്യം വലത് കൈ ഇടുന്നു, പാൻറ് ഇടുന്ന സമയത്ത് ഫസ്റ്റ് വലത് കാലിടുന്നു. അപ്പം അങ്ങനെയൊക്കെ എല്ലാ നല്ല കാര്യങ്ങളും എന്ത് ചെയ്യുക? വലതിനെ മുന്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട എന്താണ് ഒരു വിഷയമാണ്. നമ്മൾ തുണി എടുക്കുന്ന സമയത്ത് വലതിനെ മുന്തിക്കുന്നുണ്ടല്ലോ, നമ്മൾ തുണീൻ്റെ മടക്ക് വലത് ഭാഗത്തോട്ട് പോകണം. ഉള്ളിലത്തെ മടക്ക് വലത് ഭാഗത്തും പുറത്തെ മടക്ക് ഇടത് ഭാഗത്തും വരണം എന്ന് പറഞ്ഞാൽ വലതിനെ മുന്തിച്ചു എന്നർത്ഥം. അല്ലാണ്ട് നമ്മൾ പിന്നെ അണ്ണന്മാരെ പോലെ തുണി എടുക്കരുത്, ഉള്ളിൽ ഇടത് ഭാഗത്തും പുറം വലത് ഭാഗത്തുമായിട്ട്. അത് അണ്ണന്മാർ, രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ എടുക്കും തോന്നുന്നുണ്ട്. ഇനിയോ നോക്ക് അടുത്തത്. ഞാൻ ചോദിക്കുന്നത് പക്ഷേ വാക്ക് വസ്ത്രം ധരിക്കലാണ്. തറജുലിഹിയോ? വലതിനെ മുന്തിക്കുന്ന തറജുലിഹി എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കലല്ല, യാത്രയിൽ നിന്ന് കാല് വെച്ച് ഇറങ്ങുക. അങ്ങനെ വിശദീകരണം കണ്ടത് റജുൽ എന്നുള്ള യാത്ര പുറപ്പെടുക. ഒരു സ്ഥലത്തേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, എല്ലാം ഒട്ടകത്തുനിന്നോ കഴുതുന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. കുല്ലിഹി എന്ന എല്ലാ നല്ല കാര്യങ്ങളിലും, കുല്ലി എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വലതിനെ മുന്തിക്കൽ റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു. ഇനി നോക്ക്, ഇവിടെ പറയുന്നത് നോക്ക്. ഫയുസന്നു, അപ്പോൾ സുന്നത്താണ്, അത്തയാമുനു, വലതിനെ മുന്തിക്കൽ സുന്നത്താണ്, ഫീ കുല്ലിമ, എല്ലാ കാര്യങ്ങളിലും, ആ കാര്യമാകുന്നത്, മിംബാബി തക്രീമി, ബഹുമാനാദരവിൻ്റെ വകുപ്പിൽപ്പെട്ട എല്ലാ കാര്യങ്ങളിലും,
വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. ഏതുപോലെ തഖലീമിൻ, തഖലീം എന്ന് പറഞ്ഞാൽ നഖമെടുക്കുക. നഖമെടുക്കുന്ന സമയത്ത് വലത് കൈയിൻ്റെ നഖം ആദ്യം, വലത് കാലിൻ്റെ നഖം ആദ്യം. വൽ ഇഖ്തിഹാലി, സുറുമയിടുന്നത് പോലെ. വൽ അഖ്ദി, വല്ലതും സ്വീകരിക്കുന്നത് പോലെ. വൽ അത്വാഇ, വല്ലതും നൽകുന്നത് പോലെ. ഒലുബ്സി സൗബിൻ, വസ്ത്രം ധരിക്കുന്നത് പോലെ. വൻ നഅലി, അതേപോലെ ചെരുപ്പ് ധരിക്കുന്നത് പോലെ. വസ്സിവാക്കി, മിസ്വാക്ക് ചെയ്യുന്നത് പോലെ. വത്തഖ്ലീലി, അതേപോലെ പല്ല് കുത്തുന്നത് പോലെ. ഇതിലൊക്കെ എന്താണ്? വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. മിസ്വാക്ക് ചെയ്യുന്ന നമ്മൾ പറഞ്ഞല്ലോ, വലത് ഭാഗം ഉൾഭാഗം എന്താണ്, പിന്നെ വലത് ഭാഗം ഈ മോൾ ഭാഗം, പല്ലിൻ്റെ മോൾ ഭാഗത്തിലെ വലത് ഭാഗം, അതിൽ തന്നെ പുറം ഭാഗം ഉൾഭാഗം, പിന്നെ വലതുവശത്തെ താഴ്ഭാഗം പുറം ഭാഗം ഉൾഭാഗം, പിന്നെ ഇടതുവശത്തെ മേൽഭാഗം പുറം ഭാഗം ഉൾഭാഗം, ഇടതുവശത്തെ താഴ്ഭാഗം പുറം ഭാഗം ഉൾഭാഗം, ഞങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാബു തക്രീം അല്ലേ, നമ്മൾ ബഹുമാനാദരവിൻ്റെ വകുപ്പിൽപ്പെട്ട എല്ലാത്തിനെയും വലതിനെ മുന്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇടതിനെ മുന്തിക്കാനുള്ള സ്ഥലമുണ്ടോ? ഇടതിനെ മുന്തിക്കേണ്ട സ്ഥലമുണ്ടോ? ഉണ്ട്. അതാണ്. ഇനിയോ വയുസന്നു സുന്നത്താണ് അത്തയാസുറു, ഇടതിനെ മുന്തിക്കൽ. ശരിയല്ലേ? തയാമെന്ന് യമീന് ഷിമാലിന്, യസാറ് യമീൻ. യമീൻ എന്ന് പറഞ്ഞാൽ വലത്, യസാർ എന്ന് പറഞ്ഞാൽ ഇടത്. അപ്പോൾ ഇടതിനെ മുന്തിക്കൽ സുന്നത്താണ്. ഫീ കുല്ലിമ, എല്ലാ കാര്യത്തിലും. ഹുവ മിൻ ബാബിൽ ഇഹാനത്തി, അത് നിന്ദ്യതയുടെയും നിസാരത്തിൻ്റെയും മോശത്തിൻ്റെയും വകുപ്പിൽപ്പെട്ടതാണ്. ഇതുപോലെ കല്ലിസ്തിൻജായി, എന്താണ്, മലമൂത്ര വിസർജനം ചെയ്ത് മനോഹരിക്കുമ്പോൾ വലത് കൈ ഉപയോഗിക്കരുത്, ഇടത് കൈനെയാണ് ഉപയോഗിക്കേണ്ടത്. വല്ലിംതിഹാത്തി, മൂക്ക് ചീന്തുന്ന സമയത്ത് ഇടത് കൈനെയാണ് ഉപയോഗിക്കേണ്ടത്. വഖൽഇ സൗബി, വസ്ത്രം ഊരുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇടത് കൈ, പിന്നെ വലത് കൈ. വന്നാലി, ചെരുപ്പ് ഊരുന്ന സമയത്ത് ഫസ്റ്റ് ഇടത് ചെരുപ്പ്, പിന്നെ വലത് ചെരുപ്പ്. അതേപോലെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഇടത് കാല്. ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഫസ്റ്റ് ഇടത് കാല്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ. പള്ളിയിലേക്ക് കയറുന്ന സമയത്ത്, പള്ളിയിലേക്കും വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വലത്, ഇറങ്ങുന്ന സമയത്ത് ഇടത്. ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഇടത്, ഇറങ്ങുന്ന സമയത്ത് വലത്. ജസ്റ്റ് ഓപ്പോസിറ്റ്. പിന്നെ അതാണ് പറഞ്ഞത്. ഇനിയോ 16ാമത്തെ സുന്നത്ത് അൽ ബദാഅതു ഫിൽ വജ്ഹി, മുഖത്തിൽ തുടങ്ങലാണ്. മുഖം കഴുകുന്ന സമയത്ത് മുഖത്തിൽ തുടങ്ങലാണ്. ബിഅഅലാഹു, മുഖത്തിൻ്റെ മേൽഭാഗത്തിൽ നിന്ന് തുടങ്ങലാണ്. മുഖം കഴുകുന്ന സമയത്ത് മുഖത്തിൻ്റെ മേൽഭാഗത്തിൽ നിന്ന് തുടങ്ങലാണ്. ഫിൽ യദി വരിജ്ലി, കയ്യിലും കാലിലും തുടങ്ങലാണ്. ബി അസാബിഹിമാ, അതിൻ്റെ വിരലുകൾ മുതൽക്ക് തൊടലാണ്. അവിടെ നമ്മൾ പ്രധാനപ്പെട്ട് നമ്മൾ ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്ന രൂപമുണ്ട് പറയാം. മുഖത്തിൽ തുടങ്ങലാണ്. ബി അഅല, അതിൻ്റെ മേൽഭാഗത്തിൽ നിന്ന്. ഒഫിൽ യദി വരിജ്ലി, കൈകാലുകളിൽ തുടങ്ങലാണ്. ബി അസാബിഹിമ, അതിൻ്റെ വിരലുകൾ മുതൽക്ക് തുടങ്ങലാണ്. വയിൻ സബ്ബ അലൈഹി ഗൈറുഹു, വയിൻ സബ്ബ അലൈഹി, ആ അവയവങ്ങളുടെ മേൽ ഒഴിക്കുകയാണെങ്കിലും, ഈ എന്താണ്, കൈകാലുകളുടെ മേൽ ഒഴിക്കുകയാണെങ്കിലും ശരി, ഗൈറുഹു, മറ്റാരെങ്കിലും, മുഖത്തിൻ്റെ മേലും കൈകാലുകളുടെ മേലും മറ്റാരെങ്കിലും ഒഴിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മുഖം കഴുകുന്ന സമയത്ത് ഇങ്ങനെയല്ല മുഖം കഴുകേണ്ടത്, പിന്നെയോ ഇങ്ങനെയാണ് മുഖം കഴുകേണ്ടത്. കൈകാലുകൾ കഴുകുന്ന സമയത്ത് വിരലുകൾ മുതൽക്കാണ് കൈയും കാലും കഴുകേണ്ടത്. നമ്മൾ സാധാരണയായിട്ട് ബാക്കിയെല്ലാം മുഖവും കൈയും ശരിയാവാറുണ്ട്, കാലെപ്പോഴും മിസ്റ്റേക്ക് വരുത്താറുണ്ട്. നമ്മൾ നോക്ക്, ഹൗദൊന്ന് കോരി ഒഴിക്കുന്ന സമയത്തും ടാപ്പ് തിരിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കാലിലെവിടെയാണ് വെള്ളം കൊള്ളിക്കുന്നത്? കാലിൻ്റെ തണ്ടം കാലിലാണ് വെള്ളം കൊള്ളിക്കുന്നത്. വിരലുകളിൽ ലാസ്റ്റാണ് വെള്ളം കൊള്ളിക്കുന്നത്. നേരെ വിപരീതമാണ് സുന്നത്തിൻ്റെ. നമ്മൾ വിരലുകൾ മുതൽക്ക് വെള്ളം കൊള്ളിച്ചിട്ട് മുകളിലേക്ക് പോകണം. അതാ അതിൻ്റെ രൂപം. ചില ഉസ്താമാരൊക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളത് എന്ത് ചെയ്യും, തെറ്റിച്ച് അധികം ആൾക്കാരെന്ത് ചെയ്യും, പാട്ടിൽ വെള്ളം കോരി വന്നിട്ട് കാലിലേക്ക് ഇങ്ങനെ തണ്ടം കാലിലേക്ക് ഒഴിക്കും, ലാസ്റ്റ് വിരലുകളിലേക്ക് എത്തുന്ന മാതിരി. അങ്ങനെയല്ല സുന്നത്ത്. സുന്നത്തിൻ്റെ വിപരീതമാണ്. മനസ്സിലായോ? റൗഫ് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല, എവിടെ പോയാ? അപ്പോൾ അതാണ്, കൈകാലുകളിൽ വിരലുകൾ മുതൽക്ക് കഴുകണം. മുഖമാകുമ്പോൾ മേൽഭാഗം മുതൽക്ക് കഴുകണം. ഇനിയോ 17ാമത്തെ സുന്നത്ത് അഖ്ദുൽ മാഇ ഇലൽ വജ്ഹി ബികഫൈഹി മഅൻ. അഖ്ദുൽ മാഇ ഇലാ വജ്ഹിഹി, അഖ്ദുൽ മാഇ വെള്ളത്തെ എടുക്കലാണ്. ഇലാ വജ്ഹിഹി മുഖത്തിലേക്ക്. ബികഫൈഹി മഅൻ, ബികഫൈഹി രണ്ട് കൈകൾ കൊണ്ട്, മഅൻ ഒപ്പം, രണ്ട് കൈകളും ഒപ്പമായിട്ട് വെള്ളത്തെ മുഖത്തിലേക്ക് എടുക്കലാണ്. മുഖം കഴുകാനിപ്പോൾ നമുക്കിങ്ങനെ കഴുകിയാലും മതിയല്ലോ. ആദ്യം ഇങ്ങനെ കഴുകി, പിന്നെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ കഴുകി, അങ്ങനെയൊക്കെ ഇങ്ങനെ മുഖത്തിലേക്ക് വെള്ളം എത്തിച്ചത്. പക്ഷേ സുന്നത്തായ രൂപം എങ്ങനെയാണ്?
രണ്ട് കൈയും കൊണ്ട് ഒപ്പം എടുക്കലാണ്. അതാണ് അഖുദുൽ വെള്ളം എടുക്കലാണ്. ഇലാ വജ്ഹി അവൻ്റെ മുഖത്തിലേക്ക് ഈ കഫൈ രണ്ട് മുൻകൈകൾ ഉപയോഗിച്ചിട്ട് ഒപ്പം രണ്ട് മുൻകൈകൾ ഉപയോഗിച്ച് എടുക്കലാണ്. പ്രത്യേകം സുന്നത്താണ്. 18-ാമത്തേത് അസ്വബ്ബു അലാ റഅസി അസ്വബ്ബു അലാ റിജ്ലൈഹി ബിയമീനിഹി വദൽകുഹുമാ ബിയസാരിഹി. അസ്വബ്ബു അലാ റിജ്ലൈഹി അവൻ്റെ രണ്ട് കാലുകളിലേക്ക് വെള്ളം ഒഴിക്കലാണ്. ബിയമീനിഹി വലത് കൈ കൊണ്ട്. വദൽകുഹുമാ രണ്ട് കാലിനെ തേച്ച് കഴുകലാണ്. ബിയസാരിഹി ഇടത് കൈ കൊണ്ട്. വെള്ളം കാലിലേക്ക് ഒഴിക്കുന്നത് വലത് കൈ കൊണ്ടാവലും സുന്നത്താണ്. അത് രണ്ടും തേച്ച് കഴുകൽ ഇടത് കൈ കൊണ്ടാവലും സുന്നത്താണ്. വലത് കൈ കൊണ്ട് കാലുകളിലേക്ക് വെള്ളം ഒഴിക്കുന്നു, ഇടത് കൈ കൊണ്ട് കാലുകളെ തേച്ച് കഴുകുന്നു, അതും സുന്നത്താണ്. 19-ാമത്തേത് വദഉമാ ഒന്നിനെ വെക്കലാണ്. യുഗ്തറഫു മിൻഹു അൻ യമീനിഹി അത് പ്രത്യേകം നമ്മൾ അശ്രദ്ധയോട് കൂടി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സുന്നത്ത്. ഇതാ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വദഉമാ എന്താണ് വദഉമാ? വെള്ളത്തെ വെക്കലാണ്, വെള്ളത്തെ നിർത്തലാണ്. എങ്ങനെയുള്ള വെള്ളം? യുഗ്തറഫു മിൻഹു അതിൽ നിന്ന് കോരിയെടുക്കപ്പെടുന്നു. അപ്പോൾ കോരിയെടുക്കപ്പെടുന്ന ആ വെള്ളത്തെ നിർത്തലാണ്. അൻ യമീനിഹി അവൻ്റെ വലതുഭാഗത്ത്, അവൻ്റെ വലതുഭാഗത്തിനെ തൊട്ട് നിർത്തലാണ്. വമാ യുസബ്ബു മിൻഹു ഒഴിക്കപ്പെടുന്ന ഒഴിക്കപ്പെടുന്ന വെള്ളത്തെ നിർത്തലാണ്. അൻസാരിഹി ഇടതുഭാഗത്ത് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇന്ന് മനസ്സിലായ മസല എന്താ? കോരിയെടുക്കപ്പെടുന്ന വെള്ളമാകുമ്പോൾ അവൻ്റെ വലതുഭാഗത്തും ഒഴിക്കപ്പെടുന്ന വെള്ളമാകുമ്പോൾ ഇടതുഭാഗത്തും വെക്കലാണ് സുന്നത്താണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഹൗദിൽ നിന്ന്, ടാങ്കിൽ നിന്ന്, ബക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ ഒതു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വലത് ഭാഗത്തായിരിക്കണം ഹൗദും ടാങ്കും ബക്കറ്റൊക്കെ ഉണ്ടാവേണ്ടത്. നമ്മൾ കൈ കാണിക്കേണ്ടത് എന്താണ്? നമ്മൾ ഇടത് ഭാഗത്ത് നിന്നിട്ട് വലത് ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കൈ കാണിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനിയോ ടാപ്പിൻ്റെ അടുക്കൽ നിന്നാണ് ഒതു കൊടുക്കുന്നതെങ്കിൽ ടാപ്പ് നമ്മൾ ഇടത് ഭാഗത്ത് വരണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിൻ്റെ എന്ത് ചെയ്യണം? ഇടത് ഭാഗത്ത് ടാപ്പ് വരുന്നില്ല. ആർക്ക് ബുദ്ധിമുട്ടാവൂലേ? വെള്ളം മറ്റു സ്ഥലത്തേക്കെല്ലാം ഒഴുക്കുന്ന വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്ത് പുറത്തേക്ക് വരില്ലേ? ഇപ്പം നമ്മൾ സാധാരണയായിട്ട് പള്ളികളിൽ വെള്ളം ഒഴുകി പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാവുമല്ലോ, നോർമലായിട്ടുള്ള സൗകര്യം തന്നെ ആയിരിക്കുമല്ലോ. വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തേക്കനായിട്ട് ഒബു ചെയ്താൽ മതി. പക്ഷെ അത് ഇടത് ഭാഗത്ത് നിന്നാൽ മതി. നമ്മൾ ഇടത് ഭാഗത്ത് വരണം. ആ സാധനം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തായിരിക്കണം ടാപ്പ് ഉണ്ടാവുക. നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കേണ്ടെന്ന്, നമ്മളെല്ലാത്തിനും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ല. ടാപ്പ് ആകുന്ന സമയത്ത് ടാപ്പ് നമ്മൾ ഇടത് ഭാഗത്ത് വരണം. ഹൗളാകുന്ന സമയത്ത് കുറച്ച് തെറ്റി നിന്നാൽ മതി, അത്രയേ ഉള്ളൂ. ഹൗളാകുന്ന സമയത്ത് ഹൗള് നമ്മൾ വലത് ഭാഗത്ത് വരണം. അപ്പോൾ കോരിയെടുക്കപ്പെടുന്നതാണ് മാ യുഗ്തറഫു മിൻഹു. കോരിയെടുക്കപ്പെടുന്നതിനെ വെക്കണം. അൻ യമീനി അവൻ്റെ വലത് ഭാഗത്ത് വെക്കണം. ഒമാ യുസബ്ബു മിൻഹു ഒഴിക്കപ്പെടുന്നതിനെ, ടാപ്പ് പോലെ വെള്ളം ചൊരിക്കപ്പെടുന്നതിനെ വെക്കണം. അൻ യസാരി അവൻ്റെ ഇടത് ഭാഗത്ത്. ഇപ്പോൾ ടാപ്പാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ജഗ്ഗിൽ ഒഴിച്ചു തരുന്നുണ്ടെങ്കിൽ ഇടത് ഭാഗത്ത് നിൽക്കണം. നമ്മൾ ഇടത് ഭാഗത്തായിരിക്കണം അത് ഉണ്ടാവേണ്ടത്. നമ്മൾ ഹൗദുന്നോ ബക്കറ്റിനൊക്കെ കോരിയെടുക്കുകയാണെങ്കിൽ അത് നമ്മൾ വലത് ഭാഗത്തായിരിക്കും ഉണ്ടാവേണ്ടത്. മനസ്സിലായില്ലേ? മനസ്സിലായോ? സിമ്പിളല്ലേ? പിന്നെ അവസാനം ഓക്കെ, എന്താണ് 20-ാമത്തെ സുന്നത്ത്? തഅഹുദു സൂക്ഷിച്ച് കഴിവലാണ്. മാ ഒരു ഭാഗത്തെ യുഖാഫു ഇഗ്ഫാലുഹു അത് അശ്രദ്ധമായി പോവൽ പേടിക്കപ്പെടുന്ന ഒരു ഭാഗത്തെ ശ്രദ്ധിച്ച് കഴുകണം. നമ്മളെ മുഖവും കൈകാലുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അശ്രദ്ധമായിട്ട് വെള്ളം തട്ടാതെ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ച് കഴുകണം. അതാണ് തഅഹുദു, ശ്രദ്ധിച്ച് കഴിവലാണ്. മാ ഒരു ഭാഗത്തെ യുഖാഫു ഇഗ്ഫാലുഹു അത് അശ്രദ്ധമായി പോവൽ പേടിക്കപ്പെടുന്ന ഭാഗങ്ങളെ ശ്രദ്ധിച്ച് കഴുകണം. ഏതുപോലെ? കമൂഖിൻ എന്ന് പറഞ്ഞാൽ കൺപീള പോലെ. കണ്ണ് ഉള്ളിലല്ലേ ഉള്ളത്. നമ്മളിങ്ങനെ കോരി വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉള്ളിലേക്ക് വെള്ളം എത്താതിരിക്കും. അപ്പം കൺപീള, അവിടത്തേക്ക് വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തണം.
കാരണം മുഖം കഴുകുന്ന സമയത്ത് അത് വാജിബായ ഭാഗമാണ്. വ ലിഹാലിൻ, വാൽക്കണ്ണ് പോലെ. ലിഹാൽ എന്ന് പറഞ്ഞാൽ വാൽക്കണ്ണ്, ശരിയല്ല, രണ്ട് കണ്ണിൻ്റെ ഈ അറ്റമാണ്. മൂക്കിനോട് ചേർന്ന് നിൽക്കുന്ന അറ്റത്തെക്കുറിച്ചാണ് മൂക്ക് എന്ന് പറയുന്നത്. ചെവിയോട് ചേർന്ന് നിൽക്കുന്ന അറ്റത്തെക്കുറിച്ചാണ് ലിഹാൽ എന്ന് പറയുന്നത്, വാൽക്കണ്ണ്. ഇത് മൂക്ക്. മൂക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് മൂക്ക്, കൺപീള. ചെവിൻ്റെ ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ലിഹാദ് എന്ന് പറഞ്ഞാൽ വാൽക്കണ്ണ്. ഇനിയോ ഫയതഅഹദുഹുമ, ആ രണ്ട് ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. ആ രണ്ട് ഭാഗങ്ങൾ ഏത്? ആ മൂക്കിനെയും ലിഹാദിനെയും ശ്രദ്ധിക്കണം. ബിഷിഖൈ സബ്ബാബതൈഹി, അവൻ്റെ രണ്ട് ചൂണ്ടുവിരലിൻ്റെ അറ്റം കൊണ്ട്. ബിഷിഖൈ സബ്ബാബതൈഹി, അവൻ്റെ രണ്ട് ചൂണ്ടുവിരലിൻ്റെ അറ്റഭാഗം കൊണ്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ ആക്കണമെന്നർത്ഥം. ഫതഅഹദുഹുമാ ബിഷിഖൈ സബ്ബാബതി, അവൻ്റെ രണ്ട് ചൂണ്ടുവിരലിൻ്റെ അറ്റഭാഗം കൊണ്ട് ശ്രദ്ധിക്കണം. അതേപോലെ മറ്റൊരു ഭാഗമാണ് വകാഖിബിൻ, ഞെരിയാണി പോലെ. വകാഖിബിൻ അല്ല, മടമ്പ്. ആഖിബ് പറഞ്ഞാൽ മടമ്പ് കേട്ടോ. മടമ്പ് ബാക്കിലുള്ള ഭാഗം ഉണ്ടല്ലോ, മടമ്പങ്കാല്, ചുളിയുന്ന ഭാഗമല്ല അത്. ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, മുമ്പിൽ മാത്രം വെള്ളം ഇങ്ങനെ കൊളിച്ച് ചെക്കന്മാരിലും പായുന്നതാണ്. ചെക്കന്മാരിൽ ഉള്ളു കൊടുക്കുന്നതാണോ ബേജാറാണ്. ടാപ്പ് തുറക്കും, കാലിങ്ങനെ കാണിച്ചിട്ട് ഒറ്റ പോക്ക് പോകും, ബാക്കിൽ കൊണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രശ്നമാണ്. അതാണ് കാട്ടിബിൻ, ഇതുപോലെ മടമ്പ് പോലെ, മടമ്പങ്കാല് നല്ലോണം ശ്രദ്ധിച്ച് കഴുകണം. അതേപോലെ മൗദിഉൽ ഖാതമി, മോതിരത്തിൻ്റെ ഭാഗം, മോതിരം ഇടുന്ന ഭാഗം കൈ കഴുകുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. നല്ല കട്ടി മോതിരാണെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം എത്തൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒന്ന് പിടിച്ച് ലൂസാക്കണം, ഉള്ളിലേക്ക് വെള്ളം എത്തിയെന്ന് ഉറപ്പുവരുത്തണം. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ, അങ്ങനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട സ്ഥലങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് കഴുകണം. സബ്ബാബത്ത് എന്ന് പറഞ്ഞാൽ ചൂണ്ടൻ വിരൽ. രണ്ട് സബ്ബാബത്തേൽ എന്ന് പറഞ്ഞാൽ രണ്ട് ചൂണ്ടൻ വിരൽ. അവൻ്റെ രണ്ട് ചൂണ്ടൻ വിരൽ കൊണ്ട്, ചൂണ്ടൻ വിരലിൻ്റെ അറ്റം, ഷക്ക് എന്ന് പറഞ്ഞാൽ അറ്റം കൊണ്ട് ഇങ്ങനെ കഴുകണം ശ്രദ്ധിച്ചിട്ട്. അവിടെ വെള്ളം എത്തിയെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. വെറുതെ ഇങ്ങനെ ഒഴിച്ചിട്ട് പോയാൽ ചിലപ്പോൾ അടുത്തേക്ക് വെള്ളം കൊണ്ടിട്ടേ ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം ആ ഭാഗം എന്ന് പറഞ്ഞത്. നമ്മളിന്ന് കുറേ എടുത്തു. മാഷാ അല്ലാഹ്. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്ന് ഓതി നോക്കോ? എന്തായി? എന്തായി? ഉണ്ടാവുമല്ലോ അല്ലേ?
ഓക്കെ, മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി സാർ. ഓക്കെ. ഓക്കെ, വായിച്ചിട്ടുണ്ട്. വായിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.